സ്വകാര്യ ജീവിതവുമായി ബന്ധപ്പെട്ട് പലപ്പോഴും വിവാദങ്ങളിൽ നിറയുന്ന സെലിബ്രിറ്റിയാണ് നടിയും താരകുടുംബാംഗവുമായ വനിത വിജയകുമാർ. തമിഴ് നടൻ വിജയകുമാറിന്റെ മഞ്ജുളയുടെ മൂത്ത പുത്രിയാണ് വനിത. സിനിമ, സീരിയൽ, ടെലിവിഷൻ പരിപാടികളുമായി നടി ഇപ്പോഴും സജീവമാണ്. കരിയറിൽ മുന്നോട്ടു പോകുമ്പോഴും സ്വകാര്യ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വിവാദങ്ങളുടെ പേരിൽ വനിത എപ്പോഴും വാർത്തകളിൽ നിറയാറുണ്ട്. അച്ഛനുമായും കൂടപ്പിറപ്പുകളുമായുമുള്ള കുടുംബ പ്രശ്നങ്ങളും തുടരെയുള്ള വിവാഹങ്ങളും വിവാഹമോചനങ്ങളുമാണ് വനിതയെ വാർത്തകളിൽ നിറയ്ക്കുന്നത്. ദളപതി വിജയന്റെ നായികയായി 1995 പുറത്തിറങ്ങിയ ചന്ദ്രലേഖ എന്ന ചിത്രത്തിലൂടെയായിരുന്നു വനിതയുടെ കരിയർ ആരംഭിക്കുന്നത്. ഹില്ലർ ബ്രദേഴ്സ് എന്ന മലയാള സിനിമയിലും നടി അഭിനയിച്ചിട്ടുണ്ട്. 2013 കമൽഹാസൻ അവതാരകനായി എത്തിയ തമിഴ് ബിഗ് ബോസിലെ മത്സരാർത്ഥി കൂടിയായിരുന്നു വനിത. 10 ലക്ഷത്തിനടുത്ത് സബ്സ്ക്രൈബേഴ്സുള്ള യൂട്യൂബ് ചാനലും ഇവർക്കുണ്ട്. പാചകം, ബ്യൂട്ടി ടിപ്സ്, യാത്ര എന്നിവയാണ് സ്ഥിരം കണ്ടന്റുകൾ. കൂടാതെ തമിഴ് ബിഗ് ബോസിന്റെ നിരൂപണവും ഇവർ നടത്തിയിരുന്നു. ഇതുവരെ 3 തവണ വിവാഹിതയായിട്ടുള്ള വനിത 3 മക്കളുടെ അമ്മയാണ്. ഒരു മകനും 2 പെൺമക്കളും. ഇതിൽ പെൺമക്കൾ വനിതയ്ക്കൊപ്പമാണ്. 2000 നടൻ ആകാശിനൊപ്പമാണ് വനിതയുടെ ആദ്യ വിവാഹം. 6 വർഷത്തെ ആയുസ്സേ ഉണ്ടായിരുന്നുള്ളൂ ആ ദാമ്പത്യത്തിന്. 2006 ആകാശിൽ നിന്നും നടി വിവാഹമോചനം നേടി. 1 വർഷത്തെ ബ്രേക്ക് എടുത്തിട്ട് 2007 വ്യവസായിയായ ആനന്ദ് രാജുമായി അടുത്ത വിവാഹം. 2012 ഇരുവരും വേർപിരിഞ്ഞു. വീണ്ടും 1 വർഷത്തെ ബ്രേക്ക്. 2013 നൃത്ത സംവിധായകനായ റോബർട്ടുമായി വനിത പ്രണയത്തിലായി. വിവാഹത്തിലെത്തിയില്ല. 2017 നടി ആ ബന്ധം ഉപേക്ഷിച്ചത്. 2020 ജൂണിൽ പീറ്റർ പോൾ എന്ന വ്യക്തിയുമായി വനിതയുടെ വിവാഹം നടന്നു. വെറും 3 മാസത്തെ ആയുസ് മാത്രമായിരുന്നു ആ ബന്ധത്തിന്. ഇരുവരും 2 വഴിക്കായി. പീറ്ററിന്റെ 2ാമത്തെ വിവാഹമായിരുന്നു. കഴിഞ്ഞ വർഷം പീറ്റർ പോൾ അസുഖബാധിതനായി മരണപ്പെട്ടിരുന്നു. പീറ്ററിന്റെ അമിത മദ്യപാനം കാരണമാണ് താൻ അദ്ദേഹവുമായുള്ള വിവാഹബന്ധം അവസാനിപ്പിച്ചതെന്ന് വനിത പറഞ്ഞിട്ടുണ്ട്. പീറ്ററിന് ശേഷം മറ്റാരും ഇതുവരെ വനിതയുടെ മുന്നിൽ വന്നുപെട്ടിട്ടില്ലായിരുന്നു. എന്നാൽ നീണ്ട ഒരു ഇടവേളയ്ക്ക് ശേഷം വനിത വിജയകുമാർ എന്ന പേര് തമിഴകത്ത് വലിയ രീതിയിൽ ചർച്ചയാവുകയാണ്. അതിന് കാരണം വനിതയുടെ സോഷ്യൽ മീഡിയ പേജിൽ ഇന്നലെ പ്രത്യക്ഷപ്പെട്ട സേവ് ദി ഡേറ്റ് പോസ്റ്റാണ്. സിനിമകുളം എന്ന ഇൻസ്റ്റഗ്രാം പേജിലാണ് ആദ്യം വനിതയുടെ മുൻ കാമുകൻ റോബർട്ടിന്റെയും സേവ് ദ ഡേറ്റ് പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടത്. വനിത അത് സ്റ്റോറിയായി പോസ്റ്റ് ചെയ്തിരുന്നു. കടൽ തീരത്ത് ബീച്ച്വെയറിൽ റോബർട്ടിനൊപ്പം പ്രണയാർദ്രമായി നിൽക്കുന്ന വനിതയെ പോസ്റ്റിൽ കാണാം. സേവ് ദ ഡേറ്റ് 5 ഒക്ടോബർ 2024. വനിത വിജയകുമാർ റോബർട്ട് എന്നാണ് കുറിച്ചിരിക്കുന്നത്. പോസ്റ്റ് വളരെ പെട്ടെന്ന് ശ്രദ്ധ നേടി. മുൻപ് ഒരിക്കൽ റോബോട്ടുമായുള്ള പ്രണയം വനിത വേണ്ടെന്ന് വെച്ചതാണ്. അതുകൊണ്ട് തന്നെ എല്ലാം ആദ്യം മുതൽ വീണ്ടും തുടങ്ങുകയാണോ എന്നാണ് കമന്റുകളിലൂടെ ചോദ്യങ്ങൾ ഉയരുന്നത്. ഇവർ പിരിയുന്ന സമയത്ത് ഗുരുതരമായ ആരോപണങ്ങളായിരുന്നു വനിതയ്ക്കെതിരെ റോബോട്ട് ഉന്നയിച്ചത്. ഈ വാർത്ത വന്നതോടെ കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായെന്നും തന്റെ ഭാര്യ വനിതയുമായി വഴക്കിട്ടുവെന്നും തങ്ങൾ തമ്മിൽ പ്രണയത്തിലാണെന്നുള്ള വാർത്ത വാസ്തവമല്ലെന്നും അത് വനിത തന്നെ പറഞ്ഞുണ്ടാക്കിയതാണ് എന്നുമാണ് നൃത്ത സംവിധായകനായ റോബോട്ട് എന്ന് ആരോപിച്ചത്. തങ്ങൾ ഒരുമിച്ച് ഒരു സിനിമ നിർമ്മിച്ചിരുന്നു. സിനിമ വിജയിക്കാൻ വനിത പറഞ്ഞു പരത്തിയ ഒരു ഗോസിപ്പ് മാത്രമായിരുന്നു തങ്ങൾ തമ്മിലുള്ള പ്രണയമെന്നാണ് റോബോട്ട് പറഞ്ഞത്. ഒരുപക്ഷെ വനിതയുടെ ഈ സേവ് ദ ഡേറ്റ് പോസ്റ്റ് ചിലപ്പോൾ ഇരുവരുടെയും വരാനിരിക്കുന്ന ഏതെങ്കിലും പ്രൊജക്ടിന്റെ പ്രൊമോഷന്റെ ഭാഗമായിരിക്കുമെന്നും പറയപ്പെടുന്നു.